back to our English class. So മക്കളെ നോക്കുക എക്സാം ഒക്കെ എത്തി നമ്മൾ എന്താണ് തിരക്കിട്ട പഠിത്തത്തിലാണല്ലേ. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈറ്റ് ഫ്രം ഇൻഹെറിറ്റൻസ് ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ തോട്ട് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം എന്തായാലും ഒരു കൺവെർസേഷൻ, ഒരു തോട്ട് റൈറ്റിംഗ്, ഒരു പോസ്റ്റർ മേക്കിംഗ്, ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. സോ തോട്ട് റൈറ്റിംഗ് നമുക്ക് വരാൻ ചാൻസ് ഉള്ള തീർച്ചയായിട്ടും ഒന്നെങ്കിലും ബഷീറിന്റെ തോട്ട്സ് ആകും, അല്ലെങ്കിൽ ബഷീറിന്റെ ഭാര്യയുടെ തോട്ട്സ് ആകും. ഈ ഒരു പാഠത്തിൽ നമ്മുടെ എന്തെങ്കിലും തോട്ട് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള 99.9% ചാൻസ് എന്ന് പറയുന്നത്. So let's discuss a question here. Bashir felt sad when his wife left to kill the bats. Right is thought. ബഷീറിന്റെ ഭാര്യ അവരുടെ കസിൻ എന്ത് ചെയ്തു, തോക്കൊക്കെ എടുത്ത് എന്താണ് ഈ പറയുന്ന വവ്വാലുകളെ കൂട്ടമായിട്ട് വെടിവെക്കാൻ റെഡിയായി എന്ത് ചെയ്ത് പുറപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിഷമിച്ചിരിക്കുകയാണ് ആര്, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. കാരണം ബഷീറിനെ സംബന്ധിച്ച് എന്താണ് ഈ പറയുന്ന എന്താണ് വവ്വാലുകളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഭയങ്കര വിഷമമുണ്ട് അല്ലേ. ബഷീറിനെ സംബന്ധിച്ച് ബഷീർ പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആക്ച്വലി അങ്ങനെയുള്ള സമയത്ത് റൈറ്റ് ഈസ് തോട്ട്സ് എന്താണ് ഈ പറയുന്നത് നോക്കാം, എന്താ പറയുന്നത്. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ബഷീറിന്റെ തോട്ട്സ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ചിന്തകളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നോക്കുക. ബഷീർ ചിന്തിക്കുകയാണ്, ഓ മൈ ഗോഡ് ദ poor bats, പാവപ്പെട്ട വവ്വാലുകൾ. What did they do to them? അവരെടുത്ത്, അതായത് എന്റെ ഭാര്യയോടും അവരുടെ കസിനോടും ഈ വവ്വാല് എന്ത് ദ്രോഹമാണ് ചെയ്തത്. What did they do to them? Why my wife and her brother want to kill them? Oh my God, why my wife and my brother wants to kill them? എന്തിനാണ് ഇവർ പോയിട്ട് ഈ വവ്വാലുകളെ മുഴുവൻ കൊന്നെടുക്കുന്നത്, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പോയിട്ട് വെടിവെച്ചിട്ട് കൊന്നു മെനക്കെട്ട് കൊന്നു വരുന്നത്. ഓഫ് കോഴ്സ് ഈ വവ്വാലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന എല്ലാ തേങ്ങ എടുത്ത് നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവർ എന്ത് ചെയ്യും, ബട്ട് ദേ ആർ ഓൾസോ ലിവിങ് ബീങ്സ്. അവരും ജീവികളല്ലേ, അവർക്കും വിശപ്പില്ലേ, അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ. ദേ ഓൾസോ വാണ്ട് ടു സർവൈവ്. നോ, അവർക്കും പിടിച്ചു നിൽക്കണ്ടേ. നമ്മൾ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന പോലെ ഈ പറയുന്ന വവ്വാലുകൾക്കും ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കണ്ടേ എന്നാണ് ആര് ചോദിക്കുന്നത്, ബഷീർ ചിന്തിക്കുന്നത് അല്ലേ. ദിസ് നേച്ചർ ബിലോങ്സ് ടു ദം ടു. ഈ പ്രകൃതി അവർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ, അവരും ഈ പ്രകൃതിയുടെ ഭാഗമല്ലേ. അവരെന്താ അന്യഗ്രഹത്തിൽ നിന്ന് വന്നാണോ? അല്ല. അവരുടെ ഏലിയൻസാ? അല്ല. ഗുളിക കഴിച്ച് ജീവിക്കാൻ കഴിയോ? നോ. അവർക്കും എന്ത് വേണം, they are also animals, they belong to the world, so they also want to live, they want to have food, they want to drink water. അപ്പൊ അവർക്കും ജീവിക്കണ്ടേ. ഇത്രയും തോട്ട്സ് എഴുതി നമ്മുടെ ഈ ഒരു ഉത്തരം സെറ്റ് ആയാലേ, ഇത് എഴുതിയാൽ മതി. ഈ ഒരു ചോദ്യത്തിന് ഇത്രയും പോയിന്റ്സ് വളരെ ആപ്റ്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് എക്സാമിന് ഈ ചോദ്യം വന്ന ഈ പോയിന്റ്സ് എന്ത് ചെയ്യുക, അടിച്ചു മിനിച്ചു വിട്ടുകൊടുക്കുക, ഒന്നും നോക്കണ്ട. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു.